നമ്മൾക്ക് ഇന്നും ദൈവസന്നിധിയിൽ കൂടിവരുവാനും ദൈവവചനം ധ്യാനിക്കുവാനും കർത്താവ് തന്നിരിക്കുന്ന സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. മഴയുടെ കാലാവസ്ഥയാണെങ്കിലും വരാൻ കാണിച്ച ഉത്സാഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള കൂടിവരവുകൾ ദൈവം അനുവദിക്കുന്നത് ഓർത്ത് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമുണ്ട്. കഴിഞ്ഞ പകല് ഏതാണ്ട് ഉച്ചതിരിയുന്നിടം വരെ ഇവിടെ വന്നിരിക്കുന്നതിൽ മിക്കപേരും സഹോദരിമാരൊഴിച്ച് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ നമ്മൾക്ക് സാധിച്ചു. ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചെലവിടുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ ആസ്വാദ്യത അനുഭവിച്ച് അറിയുന്നവർക്കാണ് അതിൻ്റെ മഹത്വം അറിയാൻ കഴിയുക. 16-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്, നിന്റെ വലതുഭാഗത്തൊന്നും പ്രമോദവും. ദൈവത്തിൻ്റെ സന്നിധിയുടെ സന്തോഷവും പ്രമോദവും അനുഭവിക്കുവാൻ തരുന്ന അവസരങ്ങൾക്കായി നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൂടാതെ ദൈവവചനം പഠിക്കാൻ ദൈവം നമ്മൾക്ക് തരുന്ന അവസരങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പകൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, മിക്ക സഭകളിലും എല്ലാ കൂടിവരവുകളും ഞായറാഴ്ച കൊണ്ടാണ് ഒതുക്കുന്നത്. സൺഡേ സ്കൂള് ഞായറാഴ്ച, ആരാധന ഞായറാഴ്ച, അത് കഴിഞ്ഞുള്ള വചന ശുശ്രൂഷ ഞായറാഴ്ച, പിന്നെ ബൈബിൾ ക്ലാസ് ഞായറാഴ്ച, പിന്നെ വൈകിട്ട് പിന്നെ കോട്ടേജ് മീറ്റിങ്ങും ഞായറാഴ്ച. ഒറ്റ ദിവസം കൊണ്ട് ഒരാഴ്ചത്തെ കാര്യം ഒരുക്കി തീർക്കാൻ നമ്മൾ പഠിക്കും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ സവിശേഷത. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ എല്ലാ ദിവസവും യോഗങ്ങൾ, എല്ലാ ദിവസവും മീറ്റിങ്ങുകൾ, അത് കഴിഞ്ഞാണ് സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കുക. ശനിയാഴ്ച ആണെങ്കിൽ സ്കൂളിലെ പുസ്തകങ്ങളോ ബുക്കൊന്നും തുറക്കാൻ പോലും എൻ്റെ പിതാവും മാതാവും ഒന്നും സമ്മതിക്കുകയില്ല. അപ്പോൾ അന്ന് അനുഭവിച്ച നന്മയുടെ ഫലമാണ് ഇന്ന് ഞാനും എൻ്റെ തലമുറകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആത്മീയ കാര്യത്തിൽ കുറെ കൂടെ ഉത്സാഹിതരാകണം എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. എന്നാൽ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മീയ പ്രവർത്തനങ്ങൾ ഉള്ള ഒരു സഭയാണ്. ഞാൻ റാന്നിയിലെ സഭകളെ കുറിച്ച് ഓർക്കുമ്പോൾ ശിവമൂന്ന് സഭയെ ഓർത്ത് വളരെ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. ഒരു നല്ല മാതൃകയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പൊ തന്നെ പ്രിയ ജോവാഷിന്റെ പ്രാർത്ഥന കേട്ടപ്പോ ഞാനിങ്ങനെ തുറന്നു പറയുന്ന ഒരു പ്രകൃതിയുണ്ട്, അതങ്ങ് പറയുക. സാധാരണ നമ്മുടെ ഈ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാല് ഒരിക്കലും കാനവച്ചൻ പറഞ്ഞു, യേശുക്രിസ്തു ഈ ലാസറിന്റെ കല്ലറങ്ങിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒറ്റ വാചകമല്ല. എന്നാൽ നമ്മൾ വല്ലവരും ആയിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ലാസറല്ല, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനേക്കാൾ കൂടുതൽ സമയം അടക്കി ഉയർത്തെഴുന്നേൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കുമായിരുന്നു എന്ന് അദ്ദേഹം ഒരു ഫലിതം പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥന കർത്താവിനോട്, എൻ്റെ വിഷയം അല്ലെങ്കിൽ ഞാൻ 2-3 വാചകത്തിൽ അതെന്ന് പറയാം. ശിഷ്യന്മാര് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. യേശു കർത്താവ് അവരെ ശാസിച്ചു. ശ്രദ്ധിച്ചോ? പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കർത്താവ് ശാസിച്ചിട്ടുണ്ട്.
എന്നാൽ ഈ കാര്യത്തിന് കർത്താവ് എന്ത് ചെയ്യില്ല, ശാസിച്ചില്ല എന്ന് മാത്രമല്ല, ക്ഷമയോടെ അവരെ പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചു. ഞാൻ അതിൽ നിന്ന് പറയാൻ ആഗ്രഹിച്ചെന്താണെന്നറിയാം, പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. ഒരു യോഗം തുടങ്ങുമ്പോൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഒരു കല്യാണത്തിന് ശുശ്രൂഷ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ശവസംസ്കാരത്തിന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു യോഗം തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, അത് അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ല വാക്കെന്ന് ഞാൻ. വളരെ ചുരുക്കമായിരിക്കുക, അപ്പോൾ തന്നെ വളരെ മാധുര്യം ഉള്ളതായിരിക്കുക. വേദപുസ്തകത്തിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ അങ്ങനെയുള്ളതാണ്. ശലോമോന്റെ പ്രാർത്ഥനയൊക്കെയാണ്, ദാവീദിന്റെ പ്രാർത്ഥനയാണ് ചില ദീർഘമായ പ്രാർത്ഥനയായിട്ട് നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ദീർഘമായ പ്രാർത്ഥനയാണ്. എന്നാൽ ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അത് സന്ദർഭം മനസ്സിലാക്കണം, അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കണം, ദൈർഘ്യം മനസ്സിലാക്കണം. വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾ ഒരു വലിയ പഠനമാണ്. നമുക്ക് നമ്മുടെ മോനെ ഞാൻ പ്രത്യേകം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സർദീസിലെ സഭയ്ക്കുള്ള സന്ദേശമാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത്. 7 സഭകൾക്കുള്ള ദൂതിൽ 4-ാമത്തെ സഭയാണ് ഇത്. 5-ാമത്തെ സഭയാണ്. ആദ്യത്തെ 4 സഭകൾ 2-ാം അധ്യായത്തിൽ ഉണ്ട്. ഇത് 5-ാമത്തെ സഭയാണ്. ഈ പഠനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്, 2 കാര്യങ്ങൾ ചിന്തിച്ചു. 3-ാമത്തെ വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 സർദീസ് എന്ന പട്ടണം, 2 സർദീസ് എന്ന സഭ. 3-ാമത് നമ്മളിപ്പോ ചിന്തിക്കുന്നത് ഈ സഭയ്ക്ക് ലേഖനം നൽകുന്ന കർത്താവിനെ കുറിച്ചാണ്. അല്ലേ? ലേഖകൻ, ദ കറസ്പോണ്ടന്റ്. കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്ന 2 വിശേഷണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത്. എല്ലാ സഭയ്ക്കും ദൂത് നൽകുമ്പോൾ, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ സഭയോട് ബന്ധപ്പെട്ട് ഓരോരോ വിശേഷണങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഓരോന്നല്ല, 1-ൽ അധികം. ഇവിടെ നൽകിയിരിക്കുന്ന 2 വിശേഷണങ്ങൾ എന്തൊക്കെയാ? 1, ദൈവത്തിന്റെ 7 ആത്മാവുള്ളവനാണ് കർത്താവ്. അതിൽ ഈ 7 ആത്മാവെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചു. ശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ. കൂടാതെ ഒരു ഭാഗ്യം കൂടെ ഉണ്ട്. അത് സഖരിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ്. അതൊന്ന് കുറിച്ചിട്ട് ഹോംവർക്കായിട്ട് വീട്ടിൽ ചെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സഖരിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. അവിടെ 3 പ്രധാന കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 കാര്യം. 1, സെരൂബാബേലിന്റെ മുമ്പിലിരിക്കുന്ന ഒരു നിലവിളക്കിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സെരൂബാബേലിന്റെ മുമ്പിലിരിക്കുന്ന ഒരു നിലവിളക്ക്. യെശയ്യാപ്രവചനം 11-ന്റെ 2-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. 7 ആത്മാക്കളെ കുറിച്ച് പറയുന്ന ആ ഭാഗം നമ്മൾ എന്തിനോടാണ് ഉപമിച്ചത്? ഒരു മറന്നുപോയോ? എന്തിനാണ് ഉപമിച്ച് ചിന്തിച്ചത്? ഒരു നിലവിളക്കിനോട് ഉപമിച്ചാണ് ചിന്തിച്ചത്. ഇങ്ങനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. 7 ശിഖരങ്ങളുള്ള ഒരു നിലവിളക്കിനോടാണ് യഹോവയുടെ ആത്മാവിനെ അവിടെ
ഉപമിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് കർത്താവിന്റെ മേൽ വസിക്കുന്നു എന്നാണ്. ഇവിടെ സഖറിയ പ്രവചനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സെരൂബാബേലിന്റെ മുമ്പിലിരിക്കുന്ന ഒരു നിലവിളക്കിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ നിലവിളക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത് സാധാരണ നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കാറുള്ളതാണ്. നമ്മൾ അധികം ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും പെന്തക്കോസ്തുകാരുടെയൊക്കെ പ്രാർത്ഥനയിൽ അത് ഒത്തിരി ഉണ്ട്. ആവർത്തിച്ച് പറയും, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, പിന്നെ യഹോവയുടെ ആത്മാവിനാൽ അത്രേ. അപ്പം ഈ നിലവിളക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ട് കാണുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ്, അല്ലേ? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനെ കുറിച്ച്. ഇനിയും ആ ഭാഗം എടുത്തെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? അതിന്റെ 10-ാം വാക്യത്തിൽ സർവഭൂമിയിലും മൂടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണുകൾ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇവിടെ സഖറിയ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത് 7 ശിഖരങ്ങളുള്ള ഒരു നിലവിളക്കിനോട് ഉപമിച്ച് അവിടെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പറയുകയാണ് യഹോവയുടെ 7 കണ്ണുകൾ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. അപ്പൊ എന്തിനാ കാണിക്കുന്നത് ഇത്? കാരണം ദൈവത്തിന് 7 കണ്ണുണ്ടെന്നാണോ അതിന്റെ അർത്ഥം? ഒരാൾക്ക് 10 തലയുണ്ട്. ദശരഥൻ എന്ന് പറഞ്ഞ രാജാവിന് 10 തലയെന്ന് പറയുന്ന പോലെ, രാവണന് 10 തലയുണ്ടെന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് 7 കണ്ണുണ്ടെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സർവജ്ഞതയാണ്. ആ സർവജ്ഞാനം ആർക്കൊണ്ട്? സർദീസിലെ സഭയുടെ ദൂത് കൊടുക്കുന്ന കർത്താവിനും. അതാ ഇവിടെ പറയുന്നത് 7 ആത്മാക്കൾ ഉള്ളവൻ. 139-ാം സങ്കീർത്തനം അതിന്റെ വിശദീകരണമാണ്. നമുക്കതൊക്കെ അറിയാം കേട്ടോ. എന്നാൽ അതൊക്കെ ഒന്ന് വായിച്ച് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അവിടെ സങ്കീർത്തനകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ യഹോവയുടെ ആത്മാവിനെ ഒളിച്ച് എവിടോട്ട് പോകുമെന്നാണ്. ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ച് ഒരു വ്യക്തിക്ക് ഒരിടത്തും പോകാൻ കഴിയും. ആ സങ്കീർത്തനമൊക്കെ ദൈവമക്കൾ വായിച്ച് പേടിക്കേണ്ട ഭാഗമാണ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും രാത്രിയിലായാലും പകലായിരുന്നാലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും ഒക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേദഭാഗങ്ങളാണ് ഇതൊക്കെ. അത് ഓർക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുവാൻ ആവശ്യമുണ്ട്. സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് ഞാൻ പാർത്താൽ അവിടെ ദൈവമുണ്ടെന്നാ പറയുന്നത്. ആരോരുമില്ലാത്ത സ്ഥലത്ത് പോയി ഞാൻ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും നമ്മുടെ കർത്താവുണ്ട്. ആ ഭാഗത്ത് ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കുന്നില്ല. ഈ വചനങ്ങളൊക്കെ നമ്മുടെ പുസ്തകത്തിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് വായിക്കുന്നുമുണ്ട്. ഇതാണ് ദൈവാത്മാവിന്റെ മഹത്വം. ഈ ആത്മാവുള്ളവനാണ് സഭയെ കാണുന്നത്. ഏത് സഭയെ? സർദീസഭയെ. സർദീസഭയെ മാത്രമാണോ സിയോൻ കുന്ന് സഭയും കാണുന്നത്? ഈ കർത്താവാണ്. സർവജ്ഞാനിയായ കർത്താവാണ് സ്ഥലം സഭയുടെ നടുവിലുള്ളത്, ഒരു പ്രാദേശിക സഭയിലുള്ളത്. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ സഭയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ പുറമൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് കർത്താവാണ് വ്യക്തമായിട്ട് അറിയുന്നത്. ഞാൻ രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാനത് അവിടെ കൊണ്ട് നിർത്തുകയാണ്, നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുക. രണ്ടാമത് പറയുന്നത് എന്താ? 7 നക്ഷത്രമുണ്ട്, 7 ആത്മാക്കളും, പിന്നെ 7 ആത്മാവും 7 നക്ഷത്രവും. ഈ 7 നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കറിയാം. 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലുണ്ട്. കർത്താവ് താൻ തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കുക.
ആർക്ക്? യോഹന്നാനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ കണ്ട 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭകളുടെ ദൂതന്മാരാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ദൂതന്മാരെ കുറിച്ച് അവിടെ സൂചന നൽകുന്നുണ്ട്. സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൂതന്മാരാണ്. അത് സ്വർഗത്തിലെ ദൂതന്മാരല്ല. പലവട്ടം ഞാൻ പറഞ്ഞത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. പിന്നെ സഭയ്ക്ക് ദൂത് നൽകുന്നയാളാണ്, ഒരു സന്ദേശം നൽകുന്ന ആളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദൂതൻ. ഈ ദൂതന്മാരുടെ പക്കൽ നോക്കണം, ഈ 7 സഭകൾക്കും എന്തുണ്ട്? ദൂതന്മാർ ഉണ്ട്. 7 സഭകൾക്കും ദൂതന്മാർ. 7 സഭകളുടെയും ദൂതന്മാർക്ക് കർത്താവ് എന്ത് കൊടുത്തിട്ടുണ്ട്? അതാത് സഭകൾക്ക് കൊടുക്കേണ്ട ദൂത കർത്താവ് നൽകിയിട്ടുണ്ട്. സർദീസ് സഭയുടെ ദൂതന്റെ പക്കലാണ് ഈ സഭയ്ക്കുള്ള ദൂത നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വാക്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം, എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സഭയ്ക്ക് ദൂത് നൽകാൻ വേണ്ടി ആരെയെങ്കിലും നിയോഗിച്ചാൽ ആ നിയോഗിക്കപ്പെട്ടയാള് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിക്കാൻ ആവശ്യം. കർത്താവേ, എൻ്റെ സഭയ്ക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത് അതെന്നെ ഏൽപ്പിക്കും. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറയുന്നതല്ല സഭയ്ക്ക് നൽകുന്ന സന്ദേശം, സഭയ്ക്ക് നൽകേണ്ട സന്ദേശം. ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകൾ. ഒരിക്കൽ ജോൺ കുര്യൻ സഹോദരൻ പറയുകയും ചെയ്തു, പലരും വേദപുസ്തകം പരിശോധിക്കുന്നത് എന്തിനാ? പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടി. പലരും ദൈവവചനം തങ്ങൾക്ക് ഉൾക്കൊള്ളണമെന്നുള്ള താല്പര്യത്തിലല്ല, എനിക്കിത് അറിയണമെന്നുള്ള താല്പര്യത്തിലല്ല, പിന്നെ ഒരു പ്രസംഗം വരുമ്പോഴാണ് പലരും വേദപുസ്തകം കുറ്റം പറയാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. എന്നാൽ ദൈവം ഒരു അവസരം തരികയാണ് എനിക്ക്. ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, ഞാനും നമ്മുടെ ചാൾസ് സഹോദരനൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾ ഒത്തിരി രഹസ്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ. അപ്പൊ ഈ രഹസ്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളല്ല അവസരങ്ങൾ ഉണ്ടാക്കേണ്ടത്. ദൈവവചനം അറിയിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കേണ്ടത് നമ്മളല്ല. നമ്മളൊരു സഭയിലൊരു വിഷമമൊന്നും ഉണ്ടാക്കരുത്. എത്ര നാളായി ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചിട്ട്, നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യാം. മനസ്സിലാക്കണം, ഇതൊക്കെ വളരെ ബാലിശമായ ചൈൽഡിഷായിട്ടുള്ള ചിന്താഗതി. ഇത് ആത്മീയ നേതൃത്വം സഭയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവേ, എൻ്റെ സഭയിൽ ഈ ആഴ്ച ഈ ദിവസങ്ങളിൽ ആരാണ് വചനം ശുശ്രൂഷിക്കാൻ? ഇനി നമ്മൾ അതിന് താല്പര്യം കാണിക്കരുത്, നമ്മൾ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കരുത്. ദൈവമാണ് നമുക്ക് അവസരം തരുന്നത്. ഇനി അവസരം തടസ്സപ്പെടുത്തുന്നതും ദൈവമായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കും സംഭവിച്ചിട്ടുണ്ട്, പലർക്കും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പെട്ടെന്ന് പറയാം, ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്, സമയം ഒരുപാട്. നമ്മുടെ PP ജേക്കബ് എന്ന് പറഞ്ഞ സുവിശേഷകന്റെ മൂത്ത മകളുടെ വിവാഹം, അദ്ദേഹത്തിന്റെ മോടെ വിവാഹം ഞാൻ നടത്തണമെന്ന് അദ്ദേഹത്തിന് വലിയ താല്പര്യമായി. എന്നാൽ ഞാൻ പേര് സഹിതം പറയുകയാണ്, നമ്മുടെ വില്യംസ് അങ്കിളായിരുന്നു, ഡാനിയൽ വില്യംസ് അങ്കിളായിരുന്നു ആ കല്യാണം നടത്താൻ. ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോയി ആ കല്യാണത്തിന്, ഞാനും പോയിട്ടുണ്ട്. അപ്പം വിവാഹ നിശ്ചയത്തിന് വചന ശുശ്രൂഷ എനിക്ക് തന്നു. കാര്യം ഞാൻ കല്യാണം നടത്താൻ പറ്റാത്തതുകൊണ്ട്. എന്നാൽ ഓർമ്മ, അവിടുത്തെ വിവാഹത്തിനും വചന ശുശ്രൂഷ ഞാനാണ്. പക്ഷേ സമയമായിട്ടും ഡാനിയൽ വില്യംസ് അങ്കിൾ എത്തിയിട്ടില്ല. നോക്കിയിരിക്കുക. ഏറ്റവും ഒടുവിൽ അവിടുത്തെ സുവിശേഷം ചെന്ന് ഫോൺ ചെയ്തപ്പോൾ അവിടുത്തെ ആൻറ്റി എടുത്ത് പറഞ്ഞു, അയ്യോ ഇവിടെ ഉണ്ടല്ലോ, എന്താണെന്നറിയത്തില്ല. അപ്പോ അദ്ദേഹം ഓടി വന്നു,
കോൾ അറ്റൻഡ് ചെയ്യോ, ഞാൻ മറന്നുപോയി. അയ്യോ, ഞാൻ മറന്നുപോയി. ആ സഹോദരന്മാരങ്ങ് ഐസ് പോലെ. എന്താ ചെയ്യുന്നത്? അപ്പോ അന്ന് ആ ശുശ്രൂഷ നിയന്ത്രിച്ച സഹോദരൻ പിന്നീട് എൻ്റെ പേര് പറഞ്ഞത്, ഇന്ന് തമ്പാച്ചൻ സഹോദരനായി വിവാഹം നടത്തേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ ഹിതം. ഇത് PP ജേക്കബ് സഹോദരൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരാൾ വരുന്നില്ലെങ്കിൽ ഞാൻ ഒരു പക്ഷെങ്കിൽ ആ മറവി വരുന്നത് സ്വാഭാവികമായിരിക്കുക. ഇതുപോലെ എനിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്ഥാനത്ത് വേറെ ആളുകളെ പ്രസംഗിച്ച സന്ദർഭങ്ങളുണ്ട്. അപ്പം നമ്മൾ ഓർക്കണം, ദൈവം ആ ഒരാളെ നിയോഗിക്കുമ്പോൾ ചില സമയത്ത് ചിലർക്ക് രോഗം ഉണ്ടാകും. ഒരിക്കല് വർഗീസ് കുര്യനെ വിളിച്ച യോഗത്തിൽ ഇതേ സംഭവം ഉണ്ടായി. അന്ന് ഞാൻ ഫ്രീയാണ്. വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു, തമ്പാച്ച ഒന്ന് പകരം പോകാമെന്ന്. ചിലർക്ക് ഈ പകരം പോകുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരൻ, ഇന്ന് ഞാനാ അവിടെ പ്രസംഗിക്കുന്നത്, നിങ്ങളല്ല, ഞാൻ പോയിക്കോളാം. നമ്മുടെ ഈ കാഴ്ചപ്പാട്, ഈ ദർശനം നമുക്കുണ്ടാകും. മനസ്സിലായോ? ദൈവമാണ് നമ്മൾക്ക് അവസരങ്ങളെ നൽകുകയാണ്. അത് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കും. നോക്കണം, ഇവിടെ ഈ ദൈവത്തിൻ്റെ ദാസൻ, ദൈവം ദൂത് നൽകാൻ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവദാസൻ ഓരോ സഭയ്ക്കും, അതാത് സഭയ്ക്കും, ഒരു സഭയ്ക്കുള്ള ദൂതല്ല മറ്റൊരു സഭയ്ക്ക് നൽകപ്പെടുന്നത്. അതാർക്കാണ് അറിയാവുന്നത്? ഇതാർക്കാണ് നന്നായിട്ട് അറിയാവുന്നത്? കർത്താവിനാണ്, ദൈവാത്മാവിനാണ് അറിയാവുന്നത്. അതുകൊണ്ട് ഒരു വചന ശുശ്രൂഷയ്ക്ക് ഞാൻ മനഃപൂർവ്വം പറയുകയാണ്, ദൈവം തരുന്ന അവസരങ്ങൾ, ദൈവാത്മാവ് തരുന്ന അവസരങ്ങൾ ദൈവാത്മാവിൻ്റെ ദൂത് തന്നെ നൽകണം. അത് ദൈവകരങ്ങളിൽ നിന്ന് പ്രാപിക്കണം. സഹോദരിമാരിവിടെ കുറച്ച് പേരുണ്ട്. ഇവിടെ സഹോദരിമാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത് വിചാരിക്കരുത്. നിങ്ങൾ സഹോദരിമാരുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുമ്പോഴും അത് വളരെ ശ്രദ്ധിക്കാൻ ആവശ്യമാണ്. ഞാൻ എൻ്റെ ജീവിതാനുഭവം പറയാം. എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടാണെന്നറിയാം ഒരു ശുശ്രൂഷയ്ക്ക് വരും. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ ഞാൻ ശാരീരികമായിട്ടുള്ള സ്ഥിതി, എൻ്റെ പല പരിമിതികളുണ്ട്. കാരണം ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ദൈവദാസനൊരു ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റുന്നത്. ആ വിധത്തിൽ വേണം സഭയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരും ആ ശുശ്രൂഷയെ കാണാനായിട്ട്. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കർത്താവ്, സഭയ്ക്ക് ദൂത് നൽകുന്ന കർത്താവിനെ കുറിച്ച് രണ്ട് വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞു. ഒന്ന്, 7 ആത്മാക്കളുള്ളവൻ. 2, 7 നക്ഷത്രവും ഉള്ളവൻ. ഇനിയും നമ്മൾക്ക് അടുത്ത മൂന്നാമത്തെ, സാധാരണ നമ്മൾ ഇതുവരെയുള്ള സഭകളെ കുറിച്ച് പഠിച്ചപ്പോൾ 2-ാം അധ്യായത്തിലെ 4 സഭകളെ കുറിച്ച് പഠിച്ചപ്പോഴും 4ാമത് നമ്മൾ പഠിച്ചത് 1 പട്ടണം, 2 സഭ, 3 ദൂത് നൽകുന്ന കർത്താവ് അഥവാ ലേഖകൻ. 4ാമത് നമ്മൾ മിക്കവാറും സഭകളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, 4 സഭകളെ കുറിച്ച് ചിന്തിച്ചപ്പോഴും പ്രശംസാവചനങ്ങളാണ്, കമൻഡേഷൻസാണ് ചിന്തിച്ചത്. എന്നാൽ ഇവിടെ തൊട്ട് കമൻഡേഷൻ ഉണ്ട് കേട്ടോ. അത് അത്ര മോശമല്ല, നല്ല കമൻഡേഷനുണ്ട്. എന്നാൽ ആ സഭ പ്രശംസയായിട്ട് പറയുന്ന കാര്യം, അതിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ്. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കും. എന്നാൽ ഇവിടെ കർത്താവ് ഈ സഭയെക്കുറിച്ച് പറയുന്നത്, ഈ സഭയെക്കുറിച്ച് കർത്താവ് കമൻഡേഷൻ പറയുന്നതിന് മുമ്പ് കർത്താവ് പറയുന്നത് ഈ സഭയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്.
കർത്താവ് ഈ സഭയെക്കുറിച്ചുള്ള കൺസേണാണ് പറയാൻ. ശ്രദ്ധിച്ചോ? മറ്റ് സഭകളെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് ഉദാഹരണം എഫേസോസ് സഭയെ തന്നെ എടുത്തു നോക്കൂ. ആദ്യം പറയുന്ന അവരുടെ നല്ല കാര്യങ്ങളാണ്. കള്ളയപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞ കാര്യങ്ങളും പിന്നെ അവരുടെ പ്രവൃത്തിയും നല്ല കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നോക്കി തുടങ്ങുന്നത് തുടക്കത്തിൽ ആദ്യം കർത്താവ് പറയുന്ന അവരുടെ നല്ല കാര്യം. അത് വിട്ടിട്ട് നല്ല കാര്യം അല്ല ഇവിടെ അവരെ കുറിച്ച് പറയാനുള്ള, പ്രശംസയായി പറയാനുള്ള കാര്യം അല്ല കർത്താവ് ഇവിടെ പറയുന്നത്. എന്താ കർത്താവ് പറയുന്നു? വായിച്ചു നോക്കി. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാനിത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രവൃത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിടുകയാണ്. എന്താ അടുത്ത് പറയുന്നത്? ഇവിടെയാണ് അവരെ കുറിച്ച് പറയാൻ. കർത്താവിന്റെ ആ ഉത്കണ്ഠ നോക്കി, കർത്താവിന്റെ കൺസേൺ, കർത്താവിന്റെ വിഷമം നോക്കി. നിന്റെ പേരെങ്ങനെ? ജീവനുള്ളവൻ. പക്ഷെ നീ ആരാ? നീ മരിച്ചു. വളരെ ഞാൻ പഠിക്കാൻ ശ്രമിച്ച ഒരു കാര്യമായത് മരിച്ച സഭ മരിച്ചത്. ഈ മരിച്ചു എന്നുള്ള പ്രയോഗം ദൈവജനത്തിൽ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ വന്നിട്ടുള്ള എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്ന അർത്ഥം നമ്മൾ നോക്കിയാൽ ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്ന ആശയം മനസ്സിലാവും. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഒന്ന് ഉത്സാഹത്തിലൊക്കെ ഇരിക്കുന്നത് നന്നായിരിക്കും. ഈ കർത്താവ് രണ്ട് കാര്യങ്ങളാണ് ചേർത്ത് വയ്ക്കുക. നോക്കിയ ആ ഒന്നാം വാക്യം ഒന്ന് സൂക്ഷിച്ചു നോക്കിയ. രണ്ട് കാര്യങ്ങൾ കർത്താവ് ചേർത്ത് വയ്ക്കുക. നിന്റെ പ്രവൃത്തി ഞാൻ അറിയാം. അപ്പൊ ഇവർക്ക് എന്തോ ഉണ്ട്? പ്രവൃത്തി. പക്ഷേ ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരെ വിഡ്ഢികളാക്കിയ ഒരു സഭയായത്. എന്താ? അവരുടെ വലിയ പ്രവൃത്തികൾ കണ്ടവരെല്ലാം ഓരോ പുകഴ്ത്തി. നല്ലൊരു സഭ, കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ 7 ആത്മാവ് ഉള്ളവൻ. ഈ സഭയെ പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്തുള്ളവരൊക്കെ ആരാ? ഇപ്പൊ ആരും കണ്ണടച്ച് പ്രാർത്ഥിക്കരുത്. ഇതിനകത്തുള്ളവരൊക്കെ ആരാ? മരിച്ചവൻ എന്നീ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുക. മരിച്ചവൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ സാധാരണ എല്ലാ ഞായറാഴ്ചയും സ്തോത്രത്തിലാ എങ്കിലും അല്ലേ, അല്ലെങ്കിൽ ധ്യാനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതിക്രമങ്ങളാലും, ഇതാണ് നമുക്ക് സർവ്വസാധാരണമായി അറിയാവുന്നത്. അപ്പൊ ഈ മരിച്ചവൻ ആരാ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് എന്നോട് പ്രതികരിച്ച്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെട്ടവൻ അല്ല. പക്ഷേ പുള്ളി എവിടാ? ഞാൻ നോക്കി, ഒരുപാട് കമന്ററീസ് ഒക്കെ നോക്കി. എനിക്കിനിയും വല്ല അബദ്ധം പറ്റുമോ എന്നുള്ളത് കൊണ്ട് ഞാൻ നോക്കിയപ്പോഴാണ് പല ദൈവദാസന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പ്രവൃത്തിയുണ്ട്, പക്ഷേ ആ സഭയെ സംബന്ധിച്ച് ഈ പ്രവൃത്തിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അടുത്ത വചനങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ആളുകൾ ആരാ? മരിച്ചവരാണ്. ജീവനുള്ളവൻ എന്ന് പേരുണ്ട്. നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. എഴുതി വെച്ച് തന്നെ ചിന്തിക്കുകയും നിങ്ങളുടെ ചിന്തയിൽ ദൈവാത്മാവ് തരുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ധ്യാനിച്ചിട്ട് അവസരം കിട്ടുമ്പോൾ സഭകളിലൊക്കെ ഒന്ന് പഠിപ്പിക്കുകയും ചെയ്തു. പേര് മാത്രം മതിയോ? പേരിനനുസരിച്ച് എന്തോ ഉണ്ടാവണം. അലക്സാണ്ടർ വയ്ക്കുക. ഞങ്ങള് ദൈവദാസന്മാരൊക്കെ സംസാരിക്കുമ്പോൾ മൂപ്പന്മാരും ഒക്കെ പറയുന്ന ഒരു കാര്യം, ഒരിക്കൽ അലക്സാണ്ടർ യുദ്ധസമയത്ത് ഉറങ്ങുന്ന ഒരുത്തനെ പിടിച്ചു, കയ്യോടെ പിടിച്ചു. അവനോട് ആദ്യം ചോദിച്ചു, നിന്റെ പേരെന്തോന്ന്? അപ്പൊ അവൻ ആദ്യം പറഞ്ഞു,
അവന്റെ പേരെന്താന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞത് എന്താ? അലക്സാണ്ടർ. അപ്പൊ മഹാനായ അലക്സാണ്ടർ പറഞ്ഞ എന്താണെന്നറിയാം? ഒന്നുകിൽ നിന്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം മാറ്റണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ പേരും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടാതെ വന്നാലുണ്ടാകുന്ന അപകടം എത്രയോ വലുതാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ഞാൻ കൈകൂപ്പി അത്രയും പറഞ്ഞ് ചങ്ങ് പിന്നെ ഉദാഹരണങ്ങളൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു. ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിൽ ആ ആൾ ആരാധിക്കണം. പേര് മാത്രം പോരാ, പ്രവൃത്തി ഉണ്ടായി. വേറെ പുസ്തകത്തിന്റെ ആദ്യം എന്തെന്ന് നോക്കിക്കോ, പേരും പ്രവൃത്തിയും എന്ത് ചെയ്യണം? പൊരുത്തപ്പെട്ടു പോകണം. എന്നാൽ സർദീസിലെ സഭയ്ക്ക് ഇത് രണ്ടും വിരുദ്ധ ധ്രുവങ്ങളിലാണ്. ജീവനുള്ളവനെന്നാണ് ഇവരുടെ പേര്, പക്ഷേ മരിച്ചവരായ. ഇനി ഈ മരിച്ചവരെന്ന് പറയുമ്പോൾ ഞാൻ ഒരു വചനം പറഞ്ഞു, കുറച്ച് വചനം കൂടെ ഞാൻ പറയാം, നമുക്ക് പരിചയമുള്ള. പ്രത്യേകിച്ചും വേദപുസ്തകം നിരന്തരമായി വായിക്കുകയും പരിചയിക്കുകയും ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചില ഉദാഹരണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ, 32 വരെയുള്ള വാക്യം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? റഫറൻസ് കേട്ടപ്പോ എന്ന് പറഞ്ഞു റജിയൊക്കെ പറയല്ലേ. ലൂക്കോസ് 15-ന്റെ 11 മുതൽ ധൂർത്തപുത്രന്റെ കഥ. അവിടെ 2 പ്രാവശ്യമെങ്കിലും ആ അപ്പൻ പറയുന്നുണ്ട്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 24-ാം വാക്യത്തിൽ ആദ്യം പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് 32-ാം വാക്യത്തിലും പറയുന്നുണ്ട്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? അപ്പന്റെ വീടുമായിട്ട് ബന്ധമില്ലാത്തവൻ, അപ്പന്റെ വീട്ടിലില്ലാത്തവൻ അല്ലേ? ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പന്റെ വീട്ടിൽ അവൻ ഇല്ല, പക്ഷെ അവൻ ദൂരദേശത്ത് ജീവിച്ചിരിക്കുകയായിരുന്നു അല്ലേ? ജീവനുള്ളവനാണ്, പക്ഷെ എവിടെ ഇല്ല? അപ്പന്റെ ഭവനത്തിൽ ഇല്ല. അപ്പന്റെ വീടിന് അവൻ ആരാ? മരിച്ചവനാണ്. അപ്പന്റെ വീടിനവൻ മരിച്ചവനാണ്. ഇതാണ് മരിച്ചവൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇന്നലെ നമ്മുടെ ഇവിടുത്തെ മീറ്റിങ്ങിന് ആരോ പറഞ്ഞ ഒരു കാര്യം, ജെയിംസ് കുട്ടിയ PG ജെയിംസ് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തില് 60-ാം വാക്യത്തില് ഒരുത്തൻ അപ്പൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാന് നിന്നെ അനുഗമിക്കാം, പക്ഷെ ഞാൻ എൻ്റെ അപ്പനെ ഒന്ന് കുഴിച്ചിട്ടേച്ച് വന്ന് നിന്നെ അനുഗമിക്കാം. വായിച്ചിട്ടുണ്ടല്ലോ 9-ാം അധ്യായത്തിന്റെ 60-ാം വാക്യത്തില്. ഞാൻ ആദ്യമൊക്കെ രക്ഷിക്കപ്പെട്ട ആദ്യകാലങ്ങൾക്ക് ഇവനെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നേ, അപ്പൻ ചത്ത് കിടക്കുക, ഇവൻ സാമ്പ്രാണിയോ മെഴുകുതിരിയോ മേടിക്കാൻ കടയിലോട്ട് വന്നത്. അപ്പോഴാണ് കർത്താവിനെ കണ്ടത്. അങ്ങനല്ല, എൻ്റെ കോണ്ടെക്സ്റ്റ് അതല്ല. എന്താ അവൻ പറയുന്നതിന്റെ അർത്ഥം? എന്നാ ഇവന്റെ അപ്പം മരിക്കുന്നതെന്ന് പോലും അവന് അറിഞ്ഞുകൂടാ. ഇവൻ പറയുന്നത് എന്താ? അപ്പനൊന്ന് ചത്ത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാമെന്നാ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി കേട്ടിട്ടുണ്ടോ? എന്താ പറഞ്ഞ മറുപടി? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുടിച്ചിടട്ടെ. ഇത് ഒരുപാട് വിശ്വാസികൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താ ഈ മരിച്ചവരെങ്ങനെ മരിച്ചവരെ കുടിച്ചിരുന്നത്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവന്റെ അപ്പൻ ശാരീരികമായി മരിക്കാൻ പോകും, അത് ശാരീരികമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ശാരീരികമായി മരിച്ച നിന്റെ അപ്പനെ ആത്മീകമായി മരിച്ച, അഥവാ രക്ഷിക്കപ്പെടാത്ത ആത്മീകമായി മരിച്ച നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് എന്ത് ചെയ്തിട്ട് കുഴിച്ചിട്ട് നീ എന്നെ അനുഗമിക്കുകയെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്ന 2 മരണങ്ങളുണ്ടല്ലേ. ഒന്ന് ശാരീരിക മരണമുണ്ട്, മറ്റേത് ആത്മിക മരണമുണ്ട്. ഇങ്ങനെ നമ്മൾ തിരുവെഴുത്ത് പരിശോധിച്ചാൽ ഒട്ടേറെ കാര്യങ്ങൾ കാണാം. കൊലോസ്യ ലേഖനത്തിലുണ്ട്, കൊലോസ്യർ 2:13 കുറിച്ചിട്ടോ, ഇതൊക്കെ പഠിക്കാൻ സൗകര്യത്തിന്. അവിടെ ഉണ്ട് ഈ അതിക്രമങ്ങളാൽ മരിച്ച കാര്യം അവിടെയും പറയാം. 1 തീമോഥെയോസ് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, അത് അത്ര കണ്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല, എന്നാൽ നമുക്കറിയാം.
1 തീമോഥെയോസ് 5:6 എന്താ? കാമുകിയായവളോ, സർദീസിലെ സഭയുടെ കാര്യം, കാമുകിയായവളോ ജീവിച്ചിരിക്കുകയും തന്നെ ചത്തവളാണ്. ഉണ്ടോ? രക്ഷിക്കപ്പെടാത്തവളാ. ഇതാ കർത്താവ് അവിടെയും പറയുന്നത്. ഇങ്ങനെ നിരവധി വേദഭാഗങ്ങളിൽ കാണുന്ന ഈ മരണം, ഈ സർദീസ് സഭയോട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന മരണമൊക്കെ തന്നെ ആരുടെ കാര്യമാണ്? രക്ഷിക്കപ്പെട്ടവരുടെ അല്ല, പിന്നെ രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യം. ഞാൻ ഇനി ഒരു വലിയ ആത്മീയ സത്യം പറയട്ടെ. വലിയൊരു ആത്മീയ സത്യം. നമ്മളിതൊക്കെ വായിച്ചിട്ടുള്ളതാണ്, നമുക്കറിയുകയും ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, 1 യോഹന്നാൻ 3:14 വാക്യം. അവിടെ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ രക്ഷിക്കപ്പെടുന്നതിനൊരു നിർവചനം, ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. രക്ഷിക്കപ്പെടുക എന്നുള്ളതിന് ഒക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രക്ഷ അറിയാമല്ലേ, ഇങ്ങനൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ രക്ഷിക്കപ്പെടുക എന്നുള്ളതിന് ശരിക്കുമുള്ള നിർവചനം എന്താണെന്നറിയാം? അതിന്റെ ശരിക്കുമുള്ള നിർവചനം ഒന്ന് വായിച്ചാൽ. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം. മരണം വിട്ട് ജീവനിൽ കടക്കുന്ന അനുഭവമാണ്. സർദീസിലെ ഒരു വിഭാഗം ആളുകൾക്ക് എന്ത് സംഭവിച്ചിട്ടില്ല? അവർ മരണം വിട്ട് ജീവനിൽ കടന്നിട്ടില്ല. ഈ മരണം വിട്ട് ജീവനിൽ കടക്കുക എന്നുള്ളത് ദൈവവചനാടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചാൽ നമ്മുടെ കർത്താവും പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. മരണം വിട്ട് യോഹന്നാന്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണിത്, മരണം വിട്ട് ജീവനിൽ കടക്കുക എന്ന്. നമ്മള് ഒരിക്കലും ചിന്തിക്കരുത് കൈവക്കിയത് കൊണ്ടോ നമ്മൾ കുറെ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടോ നമ്മൾ വീണ്ടും ജനിച്ചവരായിരിക്കണമെന്ന് നിർബന്ധം ഇല്ല. നോക്കണം, ഈ സഭയുടെ കാര്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ പെട്ടെന്ന് ഇനി മുന്നോട്ട് പോയേ മതിയാകുള്ളൂ. ഈ സഭയുടെ കാര്യം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവർക്ക് പ്രവൃത്തിയുണ്ട്, പക്ഷേ എന്തില്ല? ജീവനില്ല. ചത്തവരുടെ പ്രവൃത്തിയാണ് ഇവിടെ പറയുന്നത്. പ്രവൃത്തിയുണ്ട്. ഞാൻ പറയട്ടെ, ഒരു വലിയ ദൈവദാസൻ, ഞാൻ ഓർക്കുന്നില്ല ഈ ഒത്തിരി പേരുടെ കാര്യം, ഒത്തിരി പേര് എഴുതിയതൊക്കെ വായിച്ചു വെച്ചേക്കുന്നുണ്ട്. ആരാ ഇത് എഴുതിയതെന്ന് എനിക്ക് ഓർമ്മ. അദ്ദേഹം എഴുതി വെച്ചത് ഇങ്ങനെയാ: ആക്ടിവിറ്റി ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. എന്താ? എന്നോട് കണ്ടമ്പേര് സഭയെ കൂടിക്കൊണ്ടിരുന്ന സോഷാമ ടീച്ചറുണ്ട്. കാനഡയിൽ പോയി മരിച്ചുപോയി. കപ്പാമണ്ഡലം ഒരു അമ്മച്ചിയാണ്, ഞങ്ങളെ ജീവനായി സ്നേഹിച്ച അമ്മച്ചി. അപ്പൊ ആ അമ്മച്ചി പറഞ്ഞതാണ്, നമ്മുടെ വയ്യശ്രീക്കൽ സാറാണ് ഒരാളിനോട് ഒരു വീട്ടിൽ അപ്പനോട് ചോദിച്ചു, മോൻ രക്ഷിക്കപ്പെട്ടാണ് ചോദിച്ചിട്ടുണ്ടോ? അയ്യോ, അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. ചോദ്യം എന്താ? രക്ഷിക്കപ്പെട്ടോ? ഉത്തരം എന്താ? ചേട്ടാ, രക്ഷിക്കപ്പെടാത്തവന് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതല്ല മരണം വിട്ട് ജീവനിൽ കിടക്കുന്ന അനുഭവം. അത് വേറൊരു അനുഭവമാണ്. മരണം വിട്ട് ജീവനിൽ കിടക്കുക. എന്റെ പ്രിയമുള്ളവര്, യെഹെസ്കേൽ പ്രവചനത്തില് ഈ താഴ്വരയിൽ ഉണങ്ങിക്കിടന്ന അസ്ഥികൂടം, ഈ അസ്ഥിക്കൂടങ്ങള് ഉണങ്ങിക്കിടന്നതാ.
പക്ഷെ രണ്ട് കാര്യം സംഭവിച്ചപ്പോൾ അത് എഴുന്നേറ്റ് നിന്ന്, ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്ന്. അതൊക്കെ ഒത്തിരി വിശദീകരിച്ച് ചിന്തിക്കേണ്ടതാ. അയ്യോ, വലിയ പഠനമാണ്. നമ്മുടെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഇതൊക്കെ പഠിക്കുന്ന നമ്മുടെ ഉള്ളു കത്തും കേട്ടോ. എന്താ? ഒന്ന്, ദൈവം പറഞ്ഞു, യെഹെസ്കേലിനോട് പറഞ്ഞു, നീ ഈ അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞു. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുക? ദൈവവചനം പ്രസംഗിക്കാൻ പറഞ്ഞു. യെഹെസ്കേല് ദൈവവചനം പ്രസംഗിച്ചു. എന്നിട്ട് യെഹെസ്കേലിനോട് രണ്ടാമത് ദൈവം പറഞ്ഞു, നീ പറ, കാറ്റിനോട് പറ. എന്തിനാ? 4 ദിക്കിൽ നിന്നും വന്ന് ഈ മാംസമൊക്കെ പിടിച്ചു കിടക്കുന്ന, ഇപ്പൊ എന്ത് വന്നിട്ടുണ്ട്? മാംസമൊക്കെ വന്നിട്ടുണ്ട്, ഒരു മനുഷ്യക്കോലം ആയിട്ടുണ്ട്. ഇതിന്റെ മേൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? 4 ദിക്കിൽ നിന്നും വന്ന് കാറ്റ് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കാറ്റ് എന്താണെന്നറിയാമോ? അറിയാമല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവവചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ അസ്ഥികൾ ജീവൻ വെച്ച ഒരു സൈന്യമായി എഴുന്നേറ്റു. ഇതാണ് വീണ്ടും ജനനം. ഇതാണ് മരണം വിട്ട് ജീവനിൽ കിടക്കുക എന്ന് പറയുന്നത്. ഇതാണ് കർത്താവായ യേശു നീക്കദമാസിനോട് പറഞ്ഞത്, നീ പുതുതായി ജനിക്കണം, നീ വെള്ളത്താലും ആത്മാവിനാലും. സംഭവിച്ചത് നോക്ക്. നമുക്ക് മടങ്ങി വരാം സർദീസ് സഭയിലേക്ക്. ഇത്രയൊക്കെ പറയാൻ എനിക്ക് പറ്റുള്ളൂ, സമയം അനുവദിക്കുന്നുള്ളൂ. സർദീസ് സഭയോട് കർത്താവ് പറയുകയാണ്, ഈ സഭയിലെ ഒരു വിഭാഗം ആളുകൾ ആരാ? മരിച്ചവരാണ്. ഞാൻ ബലമായി വിശ്വസിക്കുന്നു ആ കാലഘട്ടത്തിൽ ഇതായിരുന്നു സ്ഥിതിയെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ സഭയുടെ സ്ഥിതി എന്തായി? കർത്താവ് സഹായിക്കട്ടെ. നമ്മളൊക്കെ ഇരുന്ന് ദൈവസന്നിധിയിരുന്ന് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമായത് കേട്ടോ. കർത്താവ് സഹായിക്കട്ടെ. കാഴ്ചയിൽ ഇവര് വളരെ പ്രവർത്തനങ്ങളുണ്ട്, പക്ഷേ ദൈവം കർത്താവ് നോക്കുമ്പോൾ ഇവർ മരിച്ചവരാണ്. ഒരു വേദപണ്ഡിതൻ എഴുതിയിരിക്കുന്നത് ഒരു കാഴ്ച ബംഗ്ലാവിന്റെ അവസ്ഥയാണ് സർദീസിലെ സഭ എന്ന് പറഞ്ഞാൽ, കുരങ്ങിന്റെ തോലൊക്കെ കൊണ്ട് അകത്ത് ജീവനില്ലാത്ത ഏതാണ്ടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കുക? സിംഹം, ഭയങ്കര ശക്തിയുള്ള സിംഹമാണ്, പക്ഷേ വെറും പുറത്തെ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന് ഒരു മാറ്റം ഉണ്ടാകാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇനിയും കർത്താവ് ഇവരെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായി ഇവിടെ നമ്മൾ വായിച്ചു. ഒരു സഭ മരിച്ചതാണോ അത് ജീവനുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ കുറേ പരിശോധനകളുണ്ട്, ടെസ്റ്റുണ്ട്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ, അവിടെ കൂടി വരുന്ന വിശ്വാസികളല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ കുറേ ടെസ്റ്റുകൾ ഉണ്ട്. ഞാൻ 2-3 കാര്യങ്ങളൊന്ന് പറയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്തു. അതിലൊന്ന്, ഭൂതകാലത്ത് ചെയ്ത വലിയ കാര്യങ്ങളിൽ പുകഴുകയും വർത്തമാന കാലഘട്ടത്തിൽ അവയൊന്നും ഇല്ലാതിരിക്കുകയും. എത്ര സത്യം! ഇപ്പൊ നമുക്ക് പറയാനുള്ള ആളുടെ കാലത്തെ കാര്യം ബ്രദറുകാർ പൊതുവെ പറയുന്നു. ഞാൻ പറയുന്നതിന് മുമ്പേ ആരെങ്കിലും പറയുമെന്ന് നോക്കണം. ആളുടെ കാലത്തെ കാര്യം രണ്ട് അവിടുത്തെ പറഞ്ഞു ഉറക്കെ പറ. ചെറിയാൻ സാറിന് മുമ്പുമുണ്ട്. എന്ന് സൈമൺ സാറിന്റെ കാലത്ത് ആരംഭിച്ചത്. ഭൂതകാലത്തിൽ പുകഴുകയും വർത്തമാനകാലത്തിൽ ഒന്നുമില്ലാതെയും ഇരിക്കുന്ന അനുഭവം. അത് ചത്ത സഭയുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. വേറൊരു കാര്യം, ഈ ആത്മീക ശുശ്രൂഷകൾ അതിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാതെ വെറും ചടങ്ങുകളായി നിർവഹിക്കുക.
അതിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞാൽ എന്താ? തിരുവത്താഴം ആചരിക്കുന്നുണ്ടല്ലേ, സ്നാനം ആചരിക്കുന്നുണ്ട്. എന്നോടൊരിക്കൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഈ ഉദ്ദേശിക്കുന്ന ആളൊന്നും കേൾക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് പറയാം. തമ്പാച്ച മോക്ക് സ്നാനപ്പെടാനുള്ള പ്രായമായി, അവളെ സ്നാനപ്പെടുത്തണം. ഞാൻ ഈ ജോവാസിന്റെ സ്നാനം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാറ്. കണ്ടാൽ ആളിന് പ്രായമൊന്നും ആയ ലക്ഷണമൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്തു? ഇതൊക്കെയാണെന്ന് സ്നാനം. അവിടെ പേര് പറയുന്നത് ആരുടെ പ്രീതി പിടിച്ചു പറ്റാനൊന്നുമല്ല കേട്ടോ. 7ാമത്തെ വയസ്സിലൊരു കുഞ്ഞ് സ്നാനപ്പെട്ട കണ്ടമ്പേര് സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. അവൻ രക്ഷിക്കപ്പെട്ട വചനം അവൻ എടുത്ത് കാണിച്ചു. ഈ വചനം ദൈവാത്മാവ് എന്നോട് ഇടപെട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. പിന്നെ എന്നെ സ്നാനപ്പെടുത്തുന്നതിന് എന്നാ തടസ്സമെന്ന് സഭ മുഴുവൻ എതിർത്തു. അവൻ പറഞ്ഞ പറ്റുകയെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ സ്നാനം, തിരുവത്താഴം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒരു ചടങ്ങായി മാറിക്കഴിഞ്ഞാൽ തീർന്നു. അവിടെ ആ സഭയുടെ സ്ഥിതി വലിയ ബുദ്ധിമുട്ടാണ്. എന്നാ എന്റെ ഗൗരവമൊക്കെ പോയിരിക്കും, സമയം പോകുന്നല്ലോ. ഇനിയും മൂന്നാമതൊരു കാര്യം കൂടെ പറയാം. ദൈവവചനത്തെക്കാൾ വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കും പ്രാധാന്യം കൊടുക്കും. ഉപദേശത്തിന് വേണ്ടി ചത്തുകളെ നാളെ ഞാൻ ഉപദേശത്തിന് വേണ്ടി ചാകരുതെന്ന് ഞാൻ പറയാറില്ല, പഠിപ്പിക്കത്തു. എൻ്റെ ജീവൻ കൊടുത്ത് ഒരുപാട് പേരുടെ അപ്രീതിയൊക്കെ സമ്പാദിച്ച് എന്നെ വെറും അവഹേളിച്ച കുറേയേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വെറും കൊള്ളരുതാത്തവനാണെന്നൊക്കെ അതിൻ്റെ പേരിൽ പച്ചക്കള്ളങ്ങൾ പറഞ്ഞു എന്നെ അവഹേളിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഹൃദയം പൊട്ടി അത് ഞാൻ പറയുന്നത് കേട്ടോ. ജീവൻ കൊടുക്കണ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി, നമ്മെ ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പോരാടണം. യൂദാ പറഞ്ഞു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം അവഗണിച്ച് പാടില്ല. നമ്മൾ ആദ്യത്തെ സഭയെക്കുറിച്ച് പഠിച്ചത് എന്താ? അവരുപദേശ കാര്യങ്ങളിൽ, എല്ലാവരും ഇവിടെ ഉണ്ട്, എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഉപദേശ കാര്യങ്ങളിൽ അവർ ഭയങ്കര, എഫെസോസ് സഭ ഉപദേശ കാര്യങ്ങളിൽ 100% അവര് വിശ്വസ്തരാണ്. പക്ഷെ എന്തില്ലായിരുന്നു? ഇവിടെ അവസ്ഥ. ഒരു സഭ ചത്തതാണോ? സഭയുടെ ജീവരസം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതില്ലാതെ എത്ര വിശ്വാസ പ്രമാണങ്ങൾ പറഞ്ഞാലും അതുകൊണ്ട് കഥയില്ല. നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ സഭയെ കുറിച്ച് കർത്താവ് ആദ്യം പറയുന്നത് അവരെ കുറിച്ചുള്ള പ്രശംസാവചനമല്ല, അവരെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ് പറയുന്നത്. ഇത് കർത്താവിൻ്റെ തുലാസിൽ അവരെ, ഞാൻ ഈ വചനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചതാണ്. 2 കാര്യങ്ങൾ ഞാൻ പറയാം. ദാനിയേൽ പ്രവചനത്തിൽ ബെൽസസറിന്റെ കാര്യം 5-ാം അധ്യായത്തിലാണ്. കർത്താവ് പറയുന്നത് എന്താ? ഞാൻ നിന്നെ എവിടെ തൂക്കി നോക്കി? ദൈവത്തിന്റെ കയ്യിൽ തുലാസുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെ എല്ലാവരെയും തൂക്കി നോക്കാനുള്ള തുലാസ് കർത്താവിന്റെ കയ്യിലുണ്ട്. കർത്താവ് പറയാണ്, നീ ആരാ? നീ കുറവുള്ളവൻ ആണ്. നിന്റെ രാജ്യത്തെ ഞാൻ എന്ത് ചെയ്യുക? വിഭജിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുക്കാൻ പോവുക. 2ാമത്തെ ഉദാഹരണം ശിംശോൻ എന്ന് പറയുന്ന വീരന്റെ കാര്യമാണ്.
ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ. ഞാൻ ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് ഞാൻ ഈ ഭാഗങ്ങളെല്ലാം എടുത്തു നോക്കി സൂക്ഷ്മമായിട്ട് പഠിക്കാൻ ശ്രമിച്ചതാ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തില് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ: യഹോവ അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ആ 20-ാം വാക്യമാണെന്ന് തോന്നുന്നു. അതെ, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമായിരിക്കാനാണ് സാധ്യത. യഹോവ അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. നേരത്തെ പോലെ തന്നെ അവൻ ശവട കുടഞ്ഞ് എഴുന്നേറ്റ് ആക്ഷനൊക്കെ കാണിച്ചു. പക്ഷെ എന്തുണ്ടായില്ല? അത്ഭുതം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചത്? കണ്ണ് കുത്തി പൊട്ടിച്ചു, കൂത്തുകാഴ്ചയായി കഴിച്ചു. ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവ് പൊടിക്കുന്ന ജോലി ഒരു നാസ്തികർ ഉള്ളക്കാർ ഒരു വേർപാടുകാരനെ പറ്റി ഗതികേടോർത്ത് എന്നാൽ ഒടുവിൽ അയാളുടെ ഒരു പ്രാർത്ഥന അതങ്ങ് ഭരിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എളിമയോട് പറയട്ടെ, സർദീസിലെ സഭയുടെ ഏറെക്കുറെ സ്ഥിതി ഇത് തന്നെ. ഇനി നമുക്ക്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇനി കമന്റേഷനുണ്ട്, പ്രശംസയുണ്ട്. ഈ കൺസേൺ മാത്രമല്ല, കർത്താവിൻ്റെ ഉത്കണ്ഠ മാത്രമല്ല, കർത്താവ് ഈ സഭയെക്കുറിച്ച് പ്രശംസയായിട്ട് പറയുന്ന ഒരു കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കുക, ഉണർന്നുകൊള്ളുക എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അടുത്ത എന്താ? അവിടെ ഒരു ശേഷിപ്പുണ്ട്. ചത്തവരുണ്ട്. ഈ ശേഷിപ്പിന്റെ ഗതി എന്താണെന്നുണ്ടോ? ഇവര് ചത്തിട്ടില്ല, പിന്നെ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കണ്ടോ എത്ര എത്ര ഗൗരവമാണ് ചാവാറായ ഒരു ശേഷിപ്പ്. ഞാൻ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ദൈവവചനം നമ്മൾ പരിശോധിച്ചാൽ ഏത് കാലത്തും ദൈവത്തെ സ്നേഹിക്കാൻ ഒരു ശേഷിപ്പ് ഉണ്ടായിരിക്കും. സർദീസിലും ഒരു ശേഷിപ്പുണ്ടായിരിക്കും. ഞാൻ പറയട്ടെ, ഈ പ്രതാപത്തിൻ്റെയും വലിയ വലിയ കാര്യങ്ങളുടെയും നടുവിൽ അവർ ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം. ആര് ഈ ശേഷിപ്പ് ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം. പക്ഷെ അവരെ ശ്രദ്ധിച്ചു കാണുന്ന രണ്ട് കണ്ണുകളുണ്ട്. അവർക്ക് വലിയ തടപടാലിറ്റി ഒന്നുമില്ല. നാടൻ ഭാഷയെ ഞാൻ പറയുക, ആ ശേഷിപ്പിനെ ആര് കാണുന്നു? കർത്താവ് കാണുന്നു. ചത്തിട്ടില്ല, ചാവാറായ ഒരു ശേഷിപ്പ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഉണ്ട്. ഈ ചത്തതും ചാവാറായതും അവിടെ ഉണ്ട്. 5:16, എഫേസ്യർ 5:16. എന്താ? ആ വാക്യം ഒന്ന് വായിച്ചു. 5:16. ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക മാത്രമല്ല, അത്യാവശ്യം എന്നെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കേണ്ട സമയത്ത് എല്ലാവരും വേറെ ദിവസം കൂടെ എടുക്കുന്നുണ്ട്. 5:14. ഉറങ്ങുന്നവനെ 14 ഉറങ്ങുന്നവനെ. അപ്പൊ ഇവരാരാന്നറിയാമോ? ഇവരാരാ? മരിച്ചോരല്ല, പിന്നെ ഇവരുറങ്ങുന്നവരാ. പക്ഷെ അവിടെ ആരുണ്ടെന്ന് നോക്കിയേ, ഉറങ്ങുന്നവനെ ഉണർന്ന് ആരുടെ? മരിച്ചവരുടെ ഇടയിൽ ഒരു ശേഷിപ്പ്. മരിച്ചിട്ടില്ല, പക്ഷേ ഉറങ്ങുന്നവരാണ്. ഇനി ദൂരെ നിന്ന് നോക്കിയാൽ ഈ രണ്ട് കൂട്ടരും രണ്ടു കൂട്ടരും മനുഷ്യരാ.
21-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ശരിയായ ചിത്രം നമ്മളിവിടെ കാണുക. നേർക്കാഴ്ചയല്ലേ ഇത് ഇവിടെ കാണുക. ഇതൊക്കെ വളരെ അപകടകരമായ ഒരു കാര്യമായിട്ട് കാണും. ഇനി ഓർക്ക് ദൈവം ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസേൺ ചെയ്യുന്നുണ്ട്. ദൈവം ഇവരെ പരിഗണിക്കുന്നുണ്ട് അല്ലേ? കർത്താവ് ഇവരെ കുറിച്ച് വിചാരപ്പെടുന്നവനാണ്. ആരെ കുറിച്ചാണ്? ചത്തവരെ കുറിച്ച് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും കാണുന്നില്ല. അതിനി വീണ്ടും ജനിച്ചു വരണമെങ്കിൽ നടന്നെങ്കിൽ നടന്നു. എന്നാൽ ഇവരിൽ കർത്താവിന് പ്രതീക്ഷയുണ്ട്. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ കുറിച്ചിടുക. വീട്ടിൽ ചെന്ന് പറയും. മലാഖി 3:17 അവരെ 16-17 അവരെ കുറിച്ച് യഹോവയായ ദൈവം പറയുന്ന അവർ എനിക്ക് നിശ്ചയവുമായിരിക്കും. ഈ ചെറിയ ഗ്രൂപ്പിനെ കർത്താവ് കാണുന്നത് ആരായിട്ടാ? ഈ ചെറിയ ഗ്രൂപ്പ് എന്ന് പറയാനൊരു കാര്യമുണ്ട്. ആ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് പറയുകയാണ്. ഇവർ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഇവരുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അടുത്ത താഴെ ഇവരെ കുറിച്ച് പറയുന്നത് ചാവാറായ ശേഷിപ്പെന്ന 2-ാം വാക്യത്തിൽ പറയുന്നു. ആകയാൽ നീ പ്രാപിക്കുകയും അവിടെ ഒരു വാചകം കൂടെ ഉണ്ടല്ലോ. കുറെ പേർ എനിക്ക് ഉണ്ട്. 4-ാം വാക്യം. എങ്കിലും അതാണ് ഉടുപ്പ്. ഈ ചാവാറായ ശേഷിപ്പിന്റെ സവിശേഷത പറയുമ്പോൾ ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവർക്ക് ഉള്ള പ്രത്യേകത എന്താ? ഇവരുടെ ഉടുക്കുമന. അവിടെ ഒരു വാക്കുണ്ട്, കുറെ പേർ. മലയാളത്തില് ആ കുറെ റേക്ക് ദീർഘം കൊടുത്തിട്ടുണ്ട്. ആ കുറെ പേരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഒത്തിരി പേരുണ്ടെന്ന്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് വളരെ ക്ലിയറാണ്. മറ്റു ഭാഷാന്തരങ്ങളിൽ വളരെ ഒറ്റമേ ഉള്ളൂ. ഇതിനാരാണ്? കർത്താവിന് നിക്ഷേപമാണ്. ഇതൊരു ശേഷിപ്പാണ്. ഏത് കാലഘട്ടത്തിലും ഈ ശേഷിപ്പുണ്ട്. നമ്മള് റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം വളരെ വിസ്തൃതമായി പഠിക്കേണ്ട ഒരു അധ്യായമാണ്. അധ്യായം എന്നല്ല, ഒരു ഭാഗമാണ്. അവിടെ ഏലിയാവിന്റെ കാലത്തെ ഒരു കാര്യം ഏലിയാവിനോട് ബന്ധപ്പെടുത്തി പൗലോസ് പറയുന്നു. എന്താ ഏലിയാവ് പറഞ്ഞത്? ദൈവത്തോട് പറയുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. നോക്കണേ, 1 രാജാക്കന്മാർ 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? വായിക്കണം വീട്ടിൽ ചെന്ന് 18-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. 1 രാജാക്കൻ. അവിടെ എല്ലാം ദൈവം പറയാൻ, നിന്റെ തോന്നലാത്, എന്നാൽ എനിക്ക് അവിടെ ഒരു ശേഷിപ്പ് ഉണ്ട്. ഏതാ ശേഷിപ്പ്? ബാലിന് മുട്ടുമടക്കാത്ത 7000 പേര് എനിക്ക് അവിടെ ഉണ്ട്. ഞാൻ ഒറ്റ വാചകത്തിൽ പറയട്ടെ, പറഞ്ഞു തീർക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ദൈവത്തിന് ഏത് കാലത്തും ഒരു ശേഷിപ്പുണ്ട്. എത്ര ദുഷിച്ചാലും, സഭ എത്ര മലിനമാക്കപ്പെട്ടാലും അതിൻ്റെ നടുവിൽ സത്യത്തിന് വേണ്ടി നിൽക്കുകയും സാക്ഷാൽ ജീവനുള്ളവരായി ചിലരെ കർത്താവ് നിലനിർത്തുകയും ചെയ്യും. ഈ ശേഷിപ്പിന്റെ കാര്യം നമ്മൾക്ക് വേഗം ഒന്ന് പറഞ്ഞു പോകാം, പെട്ടെന്ന് നിർത്താം കേട്ടോ.
ഈ ശേഷിപ്പിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളൊന്നും. ഒന്ന്, അവരുടെ ഉടുപ്പ് മലിനം ആകാത്തവരാണ്. പിന്നെ 5-ാം വാക്യത്തിൽ നോക്കിയേ, കർത്താവ് അവർക്ക് ഇട്ടേക്കുന്ന പേരൊന്ന് നോക്കിയേ. എന്താ? അവരാരാ? അവർ യോഗ്യന്മാരാകിയാൽ അവർ യോഗ്യന്മാരാണ്. ദൈവം ആരെയാണ് യോഗ്യന്മാരായിട്ട് കാണുന്നത്? ശ്രദ്ധിക്കണേ. കർത്താവ് യോഗ്യന്മാരായി കാണുന്നത്, നിങ്ങൾ വാക്യങ്ങൾ പൂരിപ്പിച്ചു. വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നവരെ അല്ല കർത്താവ് വലിയവരായി കാണുന്നത്. യോഗ്യന്മാരായി കാണുന്നത് ആരെയാ? ഉടുപ്പ് മലിനമായി സൂക്ഷിക്കാത്തവരെയാണ്, മലിനമാകാതെ സൂക്ഷിക്കുന്നവരെയാണ്. ഓർക്കണേ, ഈ പ്രസംഗവും പാട്ടും പ്രാർത്ഥനയും അതും ഇതും വലിയ കാര്യങ്ങളുണ്ട്. ഇതാരാ ചെയ്യേണ്ടത്? ഇതാരാ ചെയ്യേണ്ടത്? ഞാനിതൊക്കെ പച്ച തെളിച്ച് പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ഈ അക്കോമഡേഷനാണ് നമ്മുടെ പരിപാടി. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്ന യോഗ്യന്മാരാണ് കർത്താവിന്റെ സഭയിൽ കർത്താവ് മാനിക്കുന്നത്. അവർ കുറച്ചുപേരെ കാണൂ. ഇവര് ചത്തുപോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഇപ്പൊ എന്തോ ആയിരിക്കുക, ഇവരും ചാകാറായിരിക്കുക. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാ പ്രാർത്ഥിക്കണം. ഇനി കർത്താവ് ഈ ചാവാറായവരോട് പറയുന്ന കാര്യം, ഈ വസ്ത്രത്തെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ചാവാറായവരോട് കർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശേഷിപ്പ് ഞാൻ വേഗം ഒരു എടുത്തിയാട്ടം നടത്തി പറയട്ടെ. കർത്താവ് ഇനി സംസാരിക്കുന്ന ആരോടാന്ന് നോക്കിയേ? ഈ ചത്തവരോടല്ല, മരിച്ചവരോടല്ല. കാര്യം എന്താ? മരിച്ചവരോട് സംസാരിക്കാത്ത കാര്യം എന്താ? പെട്ടെന്നൊന്ന് പറയുന്നത്, സമയം പോകുന്നു. എന്താ? അവര് കേൾക്കൂ? അവര് കേൾക്കത്തില്ല. പിന്നെ ആരാ കേൾക്കുന്നത്? ചാവാറായവരെ കേൾക്കത്തുള്ളൂ. കർത്താവ് സംസാരിക്കുന്ന ആരോടാ? അവരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്തൊക്കെയാ കർത്താവ് പറയുന്നത് നോക്കിയേ? ഒന്ന്, നീ ഉണർന്നു പോകണം. ഈ 5 കാര്യങ്ങൾ കർത്താവ് ഇവരോട് പറയുന്നു. ഈ ചാവാറായവരോട് കർത്താവ് 5 പ്രധാന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ? നീ ഉണരണം. ചാവാറായ ശേഷിപ്പുകൾ എന്ത് ചെയ്യണം? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. സഭയ്ക്കൊരു റിവൈവൽ ആവശ്യമാണ്. ആ റിവൈവൽ എവിടെയാ തുടങ്ങുന്നത്? എവിടെ ഈ ഉണർവ് തുടങ്ങുന്നത്? മരിക്കാറായവര് അവരെന്ത് ചെയ്യണം? അവരുണരണം. ഇതാണ് കർത്താവ് അവരോട് പറയുന്നത്. ഒഴുക്കിനൊത്ത് നീന്തുകയല്ല. ഒഴുക്കിനൊത്ത് നീന്തേണ്ട കാര്യമില്ല, അല്ലേ? ഞാൻ പറഞ്ഞ പ്രയോഗം തെറ്റാ. ഒഴുക്കിനൊത്തും നീന്തേണ്ട കാര്യമില്ല. ഒഴുക്കിനൊത്ത് നമ്മൾ കിടന്നു കൊടുത്താൽ മതി, നമ്മളെന്നെ പൊക്കോളും. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തുക. കർത്താവ് പറയുക, നീ എഴുന്നേൽക്ക്, നീ ഉണര്, നീ മുന്നോട്ട്. ഒഴുക്കിനെതിരെ നിലനിൽക്കുക. എന്റെ പ്രിയമുള്ളവരെ, സമൂഹം വെറുക്കട്ടെ, ആരൊക്കെ നമ്മളെ എന്തും പറയട്ടെ, ഈ ആളുകളെ നോക്കിയൊന്നും ക്രിസ്തീയ ജീവിതവും സുവിശേഷ വേലയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒഴുക്കിനനുസരിച്ച് ഞാൻ നിൽക്കാൻ പഠിച്ചെന്ന ഒരാള് ഈ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. വേറൊരാളോട് ഒരാള് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടോ. ഇത് ഞാൻ തുറന്നു പറയുന്നത്, നിങ്ങൾ ക്ഷമിച്ചില്ലേലും ഒരു കുഴപ്പവും എനിക്ക്. ഇടിച്ച് കയറിയാൽ പിടിച്ച് നിൽക്കാമെന്ന് ഒരാള് പറഞ്ഞതാ. ഇടിച്ച് കയറിയാൽ പിടിച്ചു നിൽക്കാം. ഇതൊക്കെ എന്തൊരു സുവിശേഷ വേല! ഇതൊക്കെ എന്താ കാഴ്ചപ്പാ! ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒഴുക്കിനൊത്തുപോകുകയല്ല, പിന്നെ ഒഴുക്കിനെതിരെ നീന്താനുള്ള ആർജവും ധൈര്യവും ശക്തിയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ശക്തീകരിക്കാൻ പറഞ്ഞു. ചാവാറായ ശേഷിപ്പുകൾ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. 1, ഉണരുക. 2,
ശക്തീകരിക്കുക. ഞാൻ വാക്യങ്ങളൊക്കെ പറയുന്നില്ല. മൂന്നാമത് അവിടെ പറയുന്നത് നോക്കിയേ, 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്താ? നീ 3-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത്. എന്റെ പ്രിയമുള്ളവരെ, ഇത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പിതാക്കന്മാരുടെ കാര്യം നമ്മൾ പറയുമല്ലോ. ആ പിതാക്കന്മാര് പഠിപ്പിച്ചത്, അവര് സഭകളെ ഉദ്ബോധിപ്പിച്ചത്, അവർ നൽകിയ സന്ദേശം, അവരുടെ പക്കൽ നിന്ന് നമ്മൾ കേട്ടത് എന്ത് ചെയ്യണം? ഓർക്കണം, ഉണരണം, പിന്നെ ശക്തീകരിക്കണം. നമ്മുടെ പിതാക്കന്മാർ അവർ കൈമുതലായി സൂക്ഷിച്ചിരുന്ന ഉപദേശ സത്യങ്ങൾ, ദൈവത്തിന് സ്തോത്രം, അത് നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കണം, അത് ഓർക്കണം. പിന്നെ 3-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? 3-ാം വാക്യ എങ്ങനെയെന്ന് ഓർത്ത് എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം, വിശ്വാസം കാക്കണം. നമ്മൾക്ക് ലഭിച്ച ആ പത്യവചനം, യഥാർത്ഥ വചനം നമ്മൾ ഓർക്കണം. പിന്നെന്ത് ചെയ്യണം? അവസാനം വരെ അത് മുറുകെ പിടിക്കണം. വാക്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. മുറുകെ പിടിക്കണം, അത് കാത്തുകൊള്ളണം. എന്നിട്ടോട് പറയുകയാണ്, നീ മാനസാന്തരം. ഇത്രയും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? യഥാർത്ഥ മാനസാന്തരത്തിന് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് കണ്ടു. ഇതാരുടെ മാനസാന്തരമാണ്? രക്ഷിക്കപ്പെടാത്തവന്റെ മാനസാന്തരമാണോ? അല്ല, പിന്നെ ചത്തവന്റെ മാനസാന്തരം അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചാവാറായ ശേഷം ഒരു മാനസാന്തരം, ഒരു റിവൈവൽ സഭയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നീ ഉണരാതിരുന്നാൽ, അടുത്ത ന്യായവിധിയാണ്, നീ ഉണരാതിരുന്നാൽ ഞാൻ വരും. ഞാൻ എങ്ങനെയാ വരുന്നത്? ഞാൻ വരുന്നത് എങ്ങനെ? കള്ളന്. എവിടെ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്. കള്ളനെ പോലെ വരുമെന്ന് എവിടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം ഓർക്കാപ്പുറത്തെ അടിയെ നൽകാനാകും. ന്യായവിധി ഓർക്കാപ്പുറത്തു വരുന്ന ന്യായവിധിയാണ് പറയുന്നത്. കേട്ടോ ദൈവമക്കളെ, ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഒടുവിലത്തെ കരിയുന്ന അത് തീർക്കാൻ പോയാൽ മനസ്സിലാകത്തില്ല. ഇത്തിരി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുക എന്നൊക്കെ പറഞ്ഞാൽ, അത് ഓടിച്ചു പറഞ്ഞാലൊന്നും ശരിയാകില്ല. അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ ഞാൻ അത് അടുത്ത ആഴ്ച പറഞ്ഞിട്ട് നമ്മുടെ പഠനം ദൈവകർത്താവ് വായിച്ചിരുന്ന അത് പറഞ്ഞിട്ട് പഠനം തുടരാമെന്നാണ്. എന്തായാലും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ദൈവാത്മാവ് നമുക്കിന്നൊരു ബോധ്യം നൽകിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ അപകടകരമായ ഒരു ദശാസന്ധിയിലാണ് സർദി സഭ നിൽക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായേ അറിയാം. ജീവനെന്ന് ഉള്ളവനെന്ന് പേരുണ്ട്. പക്ഷേ സഭയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്? മരിച്ച സ്ഥിതി. എൻ്റെ പിതാവ് താന് മിക്കവാറും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം. അതായത് പുൽപ്പായൊക്കെ ഇട്ട് ബൈബിളും പാട്ടൂസും ഒക്കെ വെച്ച് അടുത്ത് വെച്ച് ഇങ്ങനെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അന്ന് അക്കാലത്ത് താൻ പാടാറുണ്ടായിരുന്ന ഒരു പാട്ട് മുത്തമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശിയുടെ ആണെന്ന് തോന്നുന്നു. എനിക്കത് അറിയത്തില്ല പൂർണ്ണമായിട്ട്. പക്ഷേ ഞാൻ അദ്ദേഹം പാടിയ ഒരു ലൈൻ ഞാൻ മനസ്സിലാക്കി. പേരല്ലാതൊന്നുമില്ല, നിലകളല്ല പിഴച്ചപമാനം ആയ പേരേ ഉള്ളൂ. എന്താ മൊത്തം വാക്കൊക്കെ ചൊല്ലുപദേശി പറയും. പേരുണ്ട്, പക്ഷേ ഇതെല്ലാം എന്ത് സംഭവിച്ചിരിക്കുക? പിഴച്ച് അപമാനം സംഭവിച്ചിരിക്കുക. ഒരു മടങ്ങിവരവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവസഭ പ്രാർത്ഥിക്കേണ്ടത് വളരെ ഒരാത്മീയമായ റിവൈവലിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്.
അത് നമ്മുടെ ഇടയിൽ ആരംഭിക്കട്ടെ, നമ്മളിൽ നിന്ന് അത് ആരംഭിക്കുവാൻ സാധിക്കട്ടെ. കർത്താവിന് നാമം.